ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഇതുപോലെ 2 നേന്ത്രപ്പഴം എടുത്താൽ മതി. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെയാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. മാവ് ഇതുപോലെ വിട്ട് വരുന്ന പരുവത്തിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ആയിട്ട് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കളർ 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച എണ്ണയിലേക്ക് ഈ മാവ് ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇതിന് ഷേപ്പ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചായ ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഴയ്ക്കാപ്പം ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത പോലെ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.